അപ്പോൾ ഹെവി 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 അടി നീളം 1.5 അടി നീളം. ആ ഇവന്മാരി തന്നെ പൊട്ടി. ഫ്രണ്ട്സപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു 10-12 ചൂണ്ട കെട്ടിയിട്ടുണ്ട്. കുളത്തിലും തോട്ടിലുമായിട്ട് കെട്ടിയിട്ടുണ്ട്. രണ്ടിടത്തായിട്ട് കെട്ടിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് നമുക്ക് മീന് കിട്ടും എന്ന് ഉറപ്പാണ്. മുള്ള കഴിക്കുന്നത് കുറച്ച് നടന്ന കിടക്കാറുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഫ്രണ്ട്സ്. മറക്കരുത്. അപ്പോൾ നമ്മളെ കുളം ഒന്ന് തിരിഞ്ഞു കാണിച്ചു. കുളം നീ മരത്തിലും പേടിക്കാതെ. ഇതാണ് കുളം. ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കുളമാണ്. ഇതിന്റെ പേരും വലിയ കുളമാണ്. നിങ്ങൾ മാപ്പിൽ സെർച്ച് ചെയ്താലും വലിയ കുളം നിന്നെ കാണും. ഇതിൽ വലിയ കുളം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ചെങ്കൽ ക്ഷേത്രം, ശിവലിംഗം, ഗിന്നസ് റെക്കോർഡ്, അങ്ങനെ എന്തോ എല്ലാം ഉള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. അതിസുന്ദരമായ ഒരു ഗ്രാമം. ഇവിടെ തോട്ടിലും കുളത്തിലും ചൂണ്ട ഇട്ടിട്ടുണ്ട്. നമുക്ക് മീൻ കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ തോട്ടിലെ ചൂണ്ടകൾ. അയ്യോ എന്തിനാ പോയി ഇതുണ്ട്. അവിടെ എന്തിനും ഉണ്ടായിരുന്നു. ഇതാ അങ്ങോട്ട് ചൂണ്ടല്ലാണാ. ആ ഇവന്മാരി തന്നെ. സോറി ഗൈസ്, ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഇവന്മാര് തൂക്കിയെടുക്കുമ്പം പോവും. ഒരു ചൂണ്ടയിൽ അടിച്ച് ഇറങ്ങി. പക്ഷെ അതെവിടെ കുടുങ്ങി കിടക്കണേ. എല്ലാം ഇറങ്ങേണ്ടി വരും. ഓരോ ചൂണ്ടായിട്ട് എടുക്കുന്നതാണ് ബെറ്റർ. എന്തായാലും പതുക്കെ ഓരോന്നായിട്ട്. അതല്ലേ അങ്ങറ്റത്തെടുക്കുന്നു. രാത്രി നമ്മൾ വന്നു വെറുതെ ആയില്ല. അതൊരു കല്ല് താഴെ. ഇവനെ പിടിക്കും. ഏത് ഒരു ചൂണ്ടയിൽ 2 മീനാണ്, 2 ചൂണ്ടയിൽ 1 മീനാണ്. അപ്പോൾ ഹെവി 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 കരയിലെടുത്തിട്ട് ഹെവി ഹെവി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ആറഞ്ചുള്ള എൻ്റെ കൈ. ഇതാണ് ആറഞ്ച്. 1.5 അടി നീളം. 1.5 അടി നീളം. മീൻ എന്തായാലും കാണിച്ചു. ഇനി ഒരു 3 മീൻ 2 മീനും കൂടി എന്തായാലും കിടപ്പുണ്ട്. അവന്മാരെയും കൂടെ എടുത്തിട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കാണും. ബക്കറ്റ്. അടുത്തത് ദാ കടന്ന് നീന്തി കളിക്കുന്നു. ദാ കിടക്കുന്നു. കണ്ട അത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇതും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഓതോ അടിക്കണം അതിൻ്റെ കൊഴുപ്പ്. ഫുള്ള് സീനായിട്ട് കിടക്കുകയാണ്. അടിച്ച് കുരുക്കി കളഞ്ഞു. പാമ്പാണോ മീനാണോ? അയ്യത്തിൻ്റെ ഇടയ്ക്ക് ഒറ്റ കൈ കൊണ്ട് വലിക്കുന്നുണ്ട്. കുറച്ച് ടാസ്ക് ഉണ്ട്. നമുക്ക് അടുത്തൊരു ബ്രാലി കയറിയിട്ടുണ്ട്. ഇത് നോർമൽ എന്തോന്നു കല്ല. ഇത് നമുക്ക് നോർമൽ കിട്ടുന്ന സൈസാണ്. അടുത്തതും കുറച്ച് ഹെവിയാണ്.
ആ കയ്യിൽ കയറിയാ അടുത്ത ഹെവിയാണ്. ഇതും ഹെവിയാണ്. ഹെവി എന്ന് പറയാൻ പറ്റില്ല, വരാലാണ്. എന്നാലും വരാലിൽ ഹെവിയാണ്. നമുക്ക് കിട്ടുന്നാലും ഹെവിയാണ്. അതിനെ നമുക്ക് കിട്ടും. ഇത് ഏകദേശം ഒരടിയിലാണ് പുറത്തുണ്ട്. ഒരടി മോളിലാ. അടുത്തവൻ കല്ലിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുള്ളതാണ്. മീനുണ്ടല്ലേ? യെസ്, മീനുണ്ട്. അവൻ ഇറങ്ങി വരാൻ ഭയങ്കര മടി. ചൂണ്ട വായിക്കുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ ചൂണ്ടയൊക്കെ വായിച്ചാൽ എളുപ്പമായിരുന്നു. പൊട്ടി കയറിയാത്തോട്ട് ലെവൻ പോച്ച്. 3 മീൻ കിട്ടി ഗൈസ്. 4 ചൂണ്ടയിട്ട് 3 മീൻ കിട്ടി. ഒരെണ്ണം വാഴിക്കാത്ത 4 മീൻ കിട്ടി. ഒരെണ്ണം വാഴി. തുടരും. അപ്പോൾ നമുക്ക് നമ്മളെ മീൻ കാണാം. മീനിനെ വെയിറ്റ് ചെയ്താ മീനറ അത് നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം. നമ്മളെ വലിയ ഇങ്ങോട്ട് താഴോട്ട് വന്നു വെട്ടം. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമുക്ക് 3 മീനാണ് കിട്ടിയത്. ഫസ്റ്റ് അടുത്ത കണ്ടാൽ ഞെട്ടിയിരിക്കും. ഇത് കണ്ട് ഞെട്ടിയില്ലെങ്കിലും അടുത്തത് കണ്ടല്ലോ ഉറപ്പായി ഞെട്ടും. ഇത് കണ്ട് ഞെട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാം. നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റും. സൈസ് കാണിച്ചോളൂ. കൈ വെച്ച് സൈസ് കാണിച്ചിട്ട് ഇത് നിങ്ങൾക്ക് അല്ലാതെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. 6 ഇഞ്ച് 12 6 18 15. അതായത് ഒരടിക്ക് മുകളിലാണ് മീൻ സൈസ് ഉണ്ട്. അതൊക്കെ മീൻ ഒഴുകിയിരിക്കുന്നതാണ്. നമ്മൾ 2 ഹുക്കാണ് ഇടുന്നത്. അതിൽ ഒരു ഹുക്ക് താഴെ ഉണ്ട്. 2 ഹുക്ക് ഇടുമ്പോൾ മീനൊക്കെ വിളിക്കുന്നു. 2 ഹുക്ക് ഇട്ടപ്പോൾ അടിച്ചതെന്ന് പറഞ്ഞാൽ മറ്റേ വാ ഉണ്ടാ കടിച്ചു കഴിഞ്ഞാൽ പല്ല് കാണണം. അതൊരു വിരൽ വെച്ചിട്ട് ആ ചൂണ്ട പെട്ടെന്ന് വരണം. കടിച്ച ഒരു രക്ഷയുണ്ടാവില്ല. പല്ല് വിടല്ലേ വളഞ്ഞിരിക്കുന്ന പല്ല്. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോശം. നല്ല പട്ടി. ഇവൻ കുറച്ച് ഹെവി ആയതുകൊണ്ട് അതിൻ്റെതായ റെസ്പെക്റ്റ് നമ്മൾ അവന് കൊടുക്കണം. ഇത്രയുള്ള വീഡിയോ സിനിമയിൽ കാണും പോലെ സൈസ് ആണ്. സൈസ് കാണുന്നത് ഇങ്ങനെ അതിനൊരു കുമ്പുണ്ടാവും. അടുത്ത മീൻ ഞാൻ അത് കാണാൻ പറ്റുമോ നോക്കട്ടെ. ചാടല്ലടാ, കൊല്ലാനല്ലടാ. കുറച്ച് കഴിഞ്ഞിട്ടേ പോലും. ഇതാണ് നമ്മുടെ വല്ലപ്പോഴും കിട്ടണല്ലേ, ഇനി കിട്ടില്ല.